വരാൻ പോകുന്നു താട്ടെ എടുത്തു വെക്കണം. ഞാൻ വലിച്ചെറിഞ്ഞാണ് പ്രൊഡിക്ഷൻ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ വിഷയം അതില്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനും വയനാടൻ ബ്ലോഗറിലെ മറ്റവനും അമ്മൂസും കുഞ്ചൂസും കുക്കൂസും ഒക്കെ ആയിട്ട് കുറെ ടീംസ് ഉണ്ട്. ഇവര് മാത്രമല്ല, സഞ്ജു ടക്കി, നെക് വ്ലോഗ്, അർജു, പിന്നെ ഇങ്ങനെ നീണ്ട നിലയിലുള്ള കുറേ പേര് ഈ പറയുന്ന ബെറ്റിങ്, ട്രേഡിങ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പ്രഡിക്ഷൻ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അവരെ വിമർശിച്ച് ഞാൻ പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിലവിൽ മല്ലു ഫാമിലിയും മറ്റേ വയനാടൻ ബ്ലോഗറും ഒരു സംഘടനയിലുണ്ടായിരുന്നു. സംഘടനയിലെന്ന് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തതുമായി റിലേറ്റ് ചെയ്തിട്ട് അവരെ പുറത്താക്കി. നല്ലൊരു തീരുമാനമാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഘടന ഒരു വ്യക്തിയെ പുറത്താക്കുന്നുണ്ടെങ്കിൽ അതിലൊരു റീസൺ കാണും. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഇതുപോലത്തെ ഈ തേർഡ് റൈറ്റ് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തത് കൊണ്ടാണ് അവരെ പുറത്താക്കിയത്. അപ്പോൾ അങ്ങനത്തെ സാധനം പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് ഒരു സംഘടന അവരെ പുറത്താക്കിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഉഡായിപ്പ് സാധനമായത് കൊണ്ടാണ് ആ സംഘടനയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെയും അവരെ പുറത്താക്കിയത്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ ജനങ്ങളിലേക്ക് പറ്റിക്കുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്തെത്തിക്കുന്ന ഇവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? സ്വന്തം ലാഭത്തിനും സ്വന്തം പണത്തിനും സ്വന്തം ബിൽഡപ്പിനും വേണ്ടിയിട്ട് നാട്ടുകാരെ പറ്റിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കുന്ന പണം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഈ ഓരോ ഫേക്ക് ഇതുപോലത്തെ ബെറ്റിംഗ്, ട്രേഡിംഗ് പോലത്തെ ആപ്പുകളുടെ ഏജന്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ട് നാട്ടുകാരെ വലയിട്ട് പിടിച്ച് അതിൻ്റെ അകത്ത് കൊണ്ട് ആഡ് ചെയ്യിപ്പിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന പൈസ ഇട്ട് കളിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ ഇവന്മാർ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഏജന്റും കമ്മീഷനും അടിച്ച് ഇവന്മാർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു, നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട്. എക്സാക്ട്ലി എടുത്ത് പറയാൻ, നാട്ടുകാരെ പറ്റിച്ചും ചതിച്ചും കൊണ്ടുണ്ടാക്കുന്ന പൈസ. യുവമാരെ വിശ്വസിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ഫോളോ ചെയ്യുന്ന ഓരോ ഇൻഫ്ലുവൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, യൂട്യൂബേഴ്സ്, അത്രയും മതി. യുവമാരെ വിശ്വസിച്ചിട്ട് ഒരുപാട് പേര് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, അത് നഷ്ടപ്പെടും. അവസാനം കൈയും കാലും ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ യുവമാരെ ഏക്കത്തില്ല. അതും ജനങ്ങൾ തിരിച്ചറിയണം യുവമാരെ ഇത്രയും മറ്റേ അടുത്ത കോപ്പിലെ പരിപാടികൾ. അപ്പോൾ ചോദിക്കും, മല്ലു ഫാമിലി, വയനാടൻ ബ്ലോഗർ മാത്രമാണോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. സഞ്ജു ടെക്കി, നിക് വ്ലോഗ്സ്, അർജു, ഒരുപാട് പേര് ഇതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കും പറ്റത്തില്ല. എന്തായാലും ഇങ്ങനത്തെ ഈ തേർഡ് റൈറ്റ് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തതുമായി റിലേറ്റ് ചെയ്തിട്ട് കിക്ക് എന്ന് പറയുന്ന സംഘടനകളിലുണ്ടായിരുന്ന സുജിനെയും സുജിൻ്റെ ഇടപാടും പിന്നെ വയനാടൻ ബ്ലോഗറിനെ എല്ലാം പിരിച്ചു വിട്ടിട്ടുണ്ട്. എന്തായാലും അതുമായി റിലേറ്റ് ചെയ്തിട്ട് സായും കാതറൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാരും. അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സംഘടനയോട് പൊരുത്തപ്പെട്ടു പോകില്ല എന്ന് തോന്നിയ രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്, 3 ദിവസം പുറത്താക്കിയത്. വയനാടൻ ബ്ലോഗർ, ഞാൻ പേര് പറഞ്ഞിട്ടില്ല, മല്ലു ഫുഡ് സ്റ്റോറീസ്, നമ്മൾ പരിസരത്ത് കൊടുത്തല്ലേ. അവർ രണ്ടുപേരെയും പുറത്താക്കിയിട്ടുണ്ട്. അതായത് സംഘടനയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്ത രണ്ടുപേരെയാണ് അവർ പുറത്താക്കിയത്. അപ്പോൾ ചോദിക്കും, അതിനവർ പറഞ്ഞില്ലല്ലോ ഇന്ന റീസൺ കൊണ്ടാണെന്ന്. എന്നാ കേട്ടോ, ഇന്ന റീസൺ കൊണ്ടാണെന്നും അവർ പറയുന്നുണ്ട്. ചാനൽ നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് പേര് പറയുന്ന പ്രശ്നമല്ല. അവര് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളതാണ്. ഞങ്ങൾ അവരുടെ പൈസ എടുക്കാൻ റിട്ടേൺ കൊടുക്കും. നമുക്ക് പൈസ റിട്ടേൺ കൊടുക്കാൻ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. പക്ഷെ നമ്മൾ അവരുടെ പൈസ എടുക്കാൻ റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു. അവർ വലിയ തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത്. അവരോട് ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു, അവരത് കേട്ടില്ല. അവരൊരിക്കലും വലിയ തെറ്റുകാരല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നാട്ടുകാരെ വഞ്ചിച്ചു കൊണ്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവർ കുറ്റവാളികൾ തന്നെയാണ്. ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് അതിൽ വഞ്ചിക്കപ്പെടുന്ന ഓരോ ആൾക്കാരുണ്ട്. ഇവന്മാരെ വഞ്ചിക്കപ്പെടത്തില്ല, കാരണം ഇവന്മാർ ഏജന്റുമാരാണ്. ഇവർ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പൈസ വാങ്ങിച്ചിട്ടാണ് ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവന്മാർ ഒരിക്കലും കളിക്കത്തില്ല. ചുമ്മാ ഇങ്ങനെ വായ്ത്താളത്തിന് വേണ്ടി കാണിക്കും, ആഡ് കൊടുക്കാൻ വേണ്ടി ഇവന്മാർ കാണിക്കും. നമ്മൾ കളിക്കുന്നു, ഇതാ കിട്ടി, നമുക്ക് ആ മാല കൊണ്ട്, ഇതാ ഞാൻ മാല വാങ്ങിച്ച്, മറ്റവൻ്റെ അരിഞ്ഞാണം വാങ്ങിച്ച്, നിക്കർ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷെ ഒരിക്കലും ഇവന്മാരിത് കളിക്കത്തില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. അവന്മാരെ കമ്മീഷനും മേടിച്ച് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ പ്രത്യേകം പൈസ വാങ്ങി. കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇവന്മാരെ പേരും പറഞ്ഞിട്ട് ഒരാളെ ഇതിൽ ആഡ് ആകുമ്പോൾ ഇവന്മാർക്ക് ഇത്ര % കമ്മീഷൻ കിട്ടും. അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇവന്മാരെ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് വൻ ഉടായ്പാണ് ഈ വയനാടൻ ബ്ലോഗർ, സുജിൻ, എല്ലാവരും കാണിക്കുന്നത്. ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെയും വിശ്വസിക്കരുത്. ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മറ്റേ ക്യൂട്ട്നെസ് ഓവർലോഡ് വരിയിടുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങൾ ഇതൊക്കെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഒറ്റ എണ്ണത്തിൻ്റെ നമ്പിന ആ അവസ്ഥയിലാണ് സാധിക്കുന്നത്. ബാക്കി കേട്ടോ. ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ വിഷയം അതിലേതെങ്കിലും ഒരുത്തന് വീഴും, അതിലേതെങ്കിലും ഒരുത്തൻ വീണിട്ട് അവന്റെ പൈസ പോകും. ഇവര് പൈസ കൊടുക്കുമോ? ഈ ബ്ലോഗർമാർ റിട്ടേൺ പൈസ കൊടുക്കും? ഇല്ല. നാളെ ഇവർക്കെതിരെ വിഷയം വരുമ്പോൾ സംഘടനയെ ബാധിക്കും. അവരോട് മര്യാദയ്ക്ക് പറഞ്ഞു,
വിശദീകരണം താന്ന് പറഞ്ഞിട്ട് സായി ഒരു ലെറ്റർ എഴുതിട്ട് അയച്ചു. വിശദീകരണം തന്നാ? വിശദീകരണം മാത്രമല്ല, ആ ആപ്പിന്റെ ലീഗൽ വശങ്ങൾ, ലൈസൻസ് അടക്കമുള്ളത്. അവര് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായി. ഞങ്ങൾക്ക് ബേസിക്കലി കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്ക് അങ്ങനെ സൊസൈറ്റിക്ക് മോശം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അതായത് അവരുടെ സംഘടനയിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇവര്. അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ച് ലെറ്റർ അയച്ചപ്പോൾ അവര് തിരിച്ച് റെസ്പോണ്ട് ചെയ്തോ ഇല്ലേ എന്നൊന്നുമില്ല. അവർക്ക് അത് നിർത്തണമെന്ന് പോലുമില്ല. കാരണം അതിൽ നിന്ന് അവർക്ക് നല്ല ഏർണിങ്സ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഏജന്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആൾക്കാർ ആഡ് ആകുമ്പോൾ അവർക്ക് നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരത് നിർത്താൻ താല്പര്യപ്പെടുന്നില്ല, നിർത്തുന്നില്ല. നിലവിൽ അവർ നിർത്തത്തുമില്ല. ഇങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് പ്രൊമോട്ട് ചെയ്തു ഇപ്പോൾ അത് സ്വാഭാവികമാണ്. അതിൽ ഒരുപാട് പേര് വഞ്ചിക്കപ്പെടും. എത്ര നമ്മൾ പറഞ്ഞാലും എത്ര നമ്മൾ വായിടിച്ചാലും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അവരെ ആ സൈഡിൽ നിന്നിട്ട് അവർ പറയുന്നതാണ് വേദവാക്യം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. അവരെയൊന്നും നമുക്ക് ഒരിക്കലും പറഞ്ഞ് നേരെയാക്കാൻ പറ്റത്തില്ല. പണി കിട്ടുമ്പോൾ പഠിച്ചും കൊണ്ട് തിരിച്ചു വരും. ഇത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആപ്പാണെന്നാണ് നമ്മുടെ സുജിനൊക്കെ പറഞ്ഞങ്ങ് നിരത്തി അടിക്കുന്നത്. ആ സാധനം എന്തുകൊണ്ട് നീ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല? ഇത്രയും ഭയങ്കര ലീഗൽ സൈഡൊക്കെ നീ നോക്കിയിട്ടാണല്ലോ നീ ഒലത്തിയതെന്നല്ലേ പറയണത്. അങ്ങനത്തെ സാധനം എന്തുകൊണ്ട് നീ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല? ചെയ്യത്തില്ല. യൂട്യൂബ് സ്പോട്ടിൽ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. ഇൻസ്റ്റാഗ്രാമിൽ ആ സീനില്ലാത്തത് കൊണ്ടാണ് അവിടെ കിടന്ന് ഇമാതിരി അവരാധ സാധനങ്ങളെല്ലാം ഉമാരെ പോലെയുള്ളവന്മാർ പ്രൊമോട്ട് ചെയ്ത് കളിക്കുന്നത്. യൂട്യൂബ് സ്പോട്ടിൽ സാധനം തൂക്കി ഡിക്റ്റ് ചെയ്തതിന് അത് അവനും അറിയാം. അതുകൊണ്ടാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. ഇത് കണ്ടും കൊണ്ട് ആൾക്കാർ കുറേ അവിടെ പോയെങ്കിൽ വീഴും, മൂഞ്ചി തുപ്പി തിരിഞ്ഞു പോകുന്ന അവസ്ഥയിലിപ്പോൾ. ഇത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള സാധനമല്ലേ എന്നല്ലേ നീ ഇരുന്ന് പറയുന്നത്? നിന്റെ സഹോദരി കുഞ്ചൂസും കമന്റ് ബോക്സ് എന്തിനിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്തിനാണ് അതിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ ആൾക്കാർക്ക് പൈസ ആർക്കെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ ഒന്ന് കമന്റ് ചെയ്താൽ അറിയാൻ പാടില്ല. ഇതിനു വേണ്ടിയുള്ള കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് പറഞ്ഞത്. ഫുൾ ഉടായ്പ, ഒന്നൊന്നര ഉടായ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഉടായ്പാണ് ഈ പറയുന്ന മല്ലു ഫാമിലി, വയനാടൻ ബ്ലോഗറും ഈ സാധനങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നവന്മാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മാരും അവളുമാരും എല്ലാം കാണിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനോ എന്ത് യൂസ് ചെയ്താലും അത് നിങ്ങൾക്ക് ജെനുവിനാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അല്ലാതെ ഏവനെങ്കിലും വന്നിരുന്ന് വായ്ത്താളം അടിച്ചെന്ന് തോന്നി എടുത്തിട്ടേ നിൽക്കില്ല. നാളെ ഞാൻ വന്നിരുന്ന് അടിച്ചാൽ പോലും ഞാൻ അങ്ങനെ അടിക്കത്തില്ല. വല്ല കുറച്ച് സാധനങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചെയ്യത്തുമില്ല. ഒരുപാട് തവണ ഈ ബെറ്റിങ്ങും കോപ്പും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. തൊടത്തില്ല, തിരിഞ്ഞ് നോക്കത്തുമില്ല. എന്തിന്? നാട്ടുകാരെ പറ്റിച്ചും വഞ്ചിച്ചും കൊണ്ട് അല്ലെങ്കിൽ കണ്ടവൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് അവനെ മൂഞ്ചിക്കാനുള്ള അവസ്ഥയിൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 5 പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉതവൂലടേ. സീരിയസ്ലി ഉതവത്തില്ല. അങ്ങനെയുള്ള പൈസ നമുക്ക് വേണ്ടതാണ്. അല്ലാതെ കിട്ടുന്ന ജെനുവിനായിട്ട് അന്തസ്സായിട്ട് വാക്കകത്തിടങ്ങുന്ന നാക്കിട്ടടിച്ചുണ്ടാക്കുന്ന സത്യം വിളിച്ച് പറയുന്ന പൈസ നമുക്ക് മതി. അല്ലാണ്ട് വല്ലവനെ വഞ്ചിച്ചും തേച്ചൊട്ടിച്ചും കൊണ്ടുള്ള 5 പൈസ വേണ്ട. യുവമാർ അങ്ങനത്തെ പൈസയാണ് ഉണ്ടാക്കുന്നത്. ഓതാവത്തില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ പഠിക്കും. മറ്റൊരുത്തൻ്റെ കണ്ണീര് കൊണ്ടുണ്ടാക്കുന്ന പൈസയാണ്. യുവമാർക്ക് എന്തെങ്കിലും യുവമാരുടെ വാക്കും കേട്ടും കൊണ്ട് ഏവനെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ പൈസ നഷ്ടമായി യുവമാർ തിരിച്ചു കൊടുക്കും. കോപ്പ് കൊടുക്കും. അങ്ങനത്തെ നാരകളാണ് ഇവനൊക്കെ. ഇന്നുകൂടി മല്ലു ഫാമിലിയിലുള്ള സുജിൻ്റെ ഒരു വീഡിയോയിൽ ഞാനൊരു ക്ലിപ്പ് കാണിച്ചു തരാം. അവൻ അതിൻ്റെ ഇടയിൽ കൂടി നൈസായിട്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്ത് വിടാണ് സാധനം. നോക്കിക്കോ. തരാൻ പോകണം താട്ടെ എടുത്തു വെക്കണം. ഞാൻ വലിച്ചെറിഞ്ഞോട്ടെ. ഒൻ്റെ ഒരു പ്രൊഡിക്ഷൻ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ എന്തറിയാ താട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഒരു സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നല്ല ഒന്നാം തരം തീട്ടമാണ് അവൻ. താട്ടയല്ല, അവൻ തീട്ടമാണ്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാൻ തീട്ടമാണ്. ഇവനെ പോലൊരു തീട്ടം വേറെ ഇല്ല. ഒന്നാം തരം തീട്ടം എഴുതി നെറ്റിൽ ഒട്ടിച്ച് വെച്ചോ. അവൻ്റെ അമ്മാതിരി സാധനമാണ്. അവൻ്റെ ഇടയിൽ കൂടി ഞാൻ പ്രെഡിക്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിന്റെ മറ്റേ കീരവിത്തല്ലേ നീ പ്രെഡിക്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? എന്തു പാടാ തീട്ടമേ. ഇമ്മാതിരി തീട്ടമൊന്നും ആവരുത്. ഇവന്മാരൊന്നും ഒരു കാലത്തും വിശ്വസിക്കരുത്. ഒട്ടും ജെനുവിനിറ്റി ഇല്ലാത്ത കുറേ ഊട്ടുബോളികളാണ് ഇവനൊക്കെ. എന്താണ് ഇവനൊക്കെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ്? എന്ത് തേങ്ങ ലെവലാദികൾ എന്നേ എനിക്ക് പറയാനുള്ളൂ. സത്യം ഇങ്ങനെ ചെയ്യുന്നവന്മാർ, നാട്ടുകാരെ വഞ്ചിച്ചും പറ്റിച്ചും പൈസ ഉണ്ടാക്കണവന്മാരെല്ലാം നാറികളെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിൽ ഒരു മാറ്റമില്ല. എഴുതി ഒപ്പിട്ട് തരാം. യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യണം. അതിനെ വെല്ലുവിളിക്കുന്നത് യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്ത സാധനം എടുത്തു വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നിന്റെ മറ്റേ ലൈസൻസിബിളും മറ്റേ ട്രസ്റ്റബിളും ആയിട്ടുള്ള സാധനം എടുത്തു വെച്ച് നാട്ടുകാർക്ക് നിന്റെ യൂട്യൂബ് ചാനൽ വഴി നീക്ക് ഓരോരുത്തമ്മ കാണിച്ചു കൊടുക്കും. അപ്പോൾ വിടാം. അത് കാണിക്കത്തില്ല. യൂട്യൂബ് തൂക്കിയറി. അത് അവനൊക്കെ അറിയാം. ദയവ് ചെയ്ത ആൾക്കാർ ഈ ഇവന്മാർ കാണിക്കുന്ന ഈ പേക്കൂത്തുകളിൽ പോയി വിടാതിരിക്കുക. എനിക്ക് ഇത്ര പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞാൽ കൂടിപ്പോടെ. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടി വീണ്ടും നീയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കളിക്കുന്നല്ലോ ഉളുപ്പില്ലാത്തവന്മാരെ.
സംഘടനയിൽ നിന്ന് പിരിച്ചു വിട്ടത് ആ വാക്കും കേൾക്കുന്നത് അതോടെ എടുത്തുകൊണ്ട് പോയി. എങ്കിൽ അത് നിർത്തണമെന്നില്ല. നിർത്തിയിട്ട് അത് ലാസ്റ്റ് വാണിംഗ് ആയിട്ട് എടുത്തിട്ട് ആ സംഘടനയിൽ തിരിച്ച് കയറണമെന്നില്ല. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ തടുക്കാൻ ആരും വരരുത്. ഏത് സംഘടനയാണെങ്കിൽ നമ്മളെ പിരിച്ചു വിട്ടോ, നമ്മൾ വീണ്ടും തെറ്റ് ചെയ്യും. എന്തിനാ? നമുക്ക് ചക്ക ചൊളോല പൈസ കിട്ടില്ലേ? ഇതിനേക്കാൾ കക്ക ഇറങ്ങണേ പാര എടുത്തോണ്ട്. അല്ല അന്തസ്സുണ്ട് കേട്ടാ. ഇതിനേക്കാൾ ഇഷ്ടം ഓരോരുത്തന്മാർ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പേര് ഇൻഫ്ലുവൻസർ എന്ന പേര് വിട്ടും കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിക്കോളും. അലവിലാദ്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്. ചാനൽ സബ് ചെയ്യുക. ബൈ.